ഹായ് കൂട്ടുകാരെ, എണ്ണയും മൈദയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഡിന്നർ സ്പെഷ്യൽ പലഹാരമാണ് കേട്ടോ. അപ്പം കൂട്ടുകാർ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഞാനൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ബോയിൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത കോണാണ് ചേർക്കുന്നത്. അതുപോലെ കുരു കളഞ്ഞ് ഒരു തക്കാളി കട്ട് ചെയ്തതും, ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തതും, ചിക്കൻ വേവിച്ചതും ഒരു 1/4 കപ്പ് അതും ഗ്രേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ പൊട്ടറ്റോയും വേവിച്ച് ഉടച്ചതുമാണ്. അതേപോലെ അതിലേക്ക് 2 പച്ചമുളകും, ഇനി ഒരു ചെറിയ സ്പൂൺ അളവിലുള്ള ഒറിഗാനോയും കൂടെ ചേർത്തിട്ട് ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത കൊറിയാൻഡറും കൂടെ ചേർക്കുക. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇത് കൈകൊണ്ട് ഇളക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ പൊട്ടറ്റോയിലും എല്ലാത്തിലും ഈ ചേർത്തിരിക്കുന്ന സാധനത്തിനകത്തൊക്കെ വെള്ളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനതങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം, ബട്ടർ ഇല്ലെങ്കിൽ അല്പം നെയ്യാണേലും മതി, അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് ഈ മാവിൽ നിന്ന് ഉരുളകളാക്കി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് പരത്തി എടുത്തു കൊടുക്കാം. ഒത്തിരി ഘനവും ആകണ്ട, എന്നാൽ ആവശ്യത്തിന് ഘനവും വേണം. ആ രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഇതൊരെണ്ണം എടുത്ത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പം മറിച്ചിടുന്ന മൊരിഞ്ഞു വരുന്ന ഭാഗത്തേക്ക് നമ്മൾ അല്പം നെയ്യോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ആ ചട്ടുകം കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അതേപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ ചേരുവകളും ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതിനകത്ത് എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. അതേപോലെ ഞാനതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഇതൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ കൂട്ടുകാരെ.